സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒരെണ്ണം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, മറ്റൊന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ നമുക്ക് സാധാരണയായിട്ട് ഏതൊരു ടാസ്ക് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ക്ലയൻറ്റ് സൈഡിൽ മാത്രമാണ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ അത് ക്ലയൻറ്റ് സൈഡിലുള്ള വെബ് ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ നമുക്ക് അങ്ങനെ ക്ലയൻറ്റ് സൈഡിൻ്റെ വെബ് ബ്രൗസറിൽ മാത്രം എക്സിക്യൂട്ട് ആവുന്നത് കൊണ്ട് അതിനെ നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഒന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ മാത്രം അതിൻ്റെ വെബ് ബ്രൗസറിലൂടെ ആണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. ഇനി നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താ നോക്കാം. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സെർവറിലൂടെയാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതൊരു വെബ് സെർവറിലേക്ക് നമ്മൾക്ക് കണക്റ്റഡ് ആവണമോ ആ വെബ് സെർവറിൽ പോയിട്ട് ഇങ്ങനൊരു യൂസർ നെയിം ഉണ്ടോ അല്ലെങ്കിൽ പാസ്വേഡ് ഉണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്ത ശേഷം യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ മാത്രം അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് നമുക്ക് അതിലൂടെ ഓപ്പൺ ആയിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ വെബ് സെർവർ, അതായത് സെർവറിൽ പോയിട്ട് സെർവറിൻ്റെ ആ വെബ്സൈറ്റിലൂടെ എന്ത് നമുക്ക് കിട്ടുന്നു അതാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അതുകൊണ്ടാണ് വെബ് സെർവർ ബേസ്ഡ് ആയതുകൊണ്ടാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ, അതായത് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ തന്നെയാണ്. അതിൻ്റെ ബ്രൗസറിലൂടെ നമുക്കത് കാണാൻ സാധിക്കുന്നു. പക്ഷേ സെർവർ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലല്ല, നമ്മൾ എവിടേക്കാണോ റിക്വസ്റ്റ് അയക്കുന്നത് ആ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ ആ വെബ് സെർവറിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ആ വെബ് സെർവറിൽ പോയിട്ട് അത് ചെക്ക് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് കറക്റ്റാണോ എന്നെല്ലാം വിലയിരുത്തിയ ശേഷമാണ് നമുക്കത് എക്സിക്യൂട്ടായി തരുന്നത്. അടുത്തതായി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് പറയാൻ പോണത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കോഡ് ഫോർ വാലിഡേഷൻ ഈസ് ഡൗൺലോഡഡ് എലോങ് വിത്ത് HTML കോഡ് ടു അവർ ബ്രൗസർ. നമ്മുടെ ബ്രൗസറിലേക്ക്, നമ്മുടെ ബ്രൗസർ എന്താണ്, ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല, അതിലേക്ക് നമ്മൾ ആ സ്ക്രിപ്റ്റ് കോഡിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യണത്? അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണു HTML കോഡോട് കൂടിയിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ സബ്മിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്രൗസറിലൂടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളത് എഴുതി, അത് കഴിഞ്ഞ് അതിനെ നമ്മൾ സബ്മിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അതിനെ സേവ് ചെയ്തു, അത് കഴിഞ്ഞ് ആ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ നമുക്ക് ബ്രൗസറിലൂടെ കാണാൻ സാധിക്കുന്നു. ഇനി ആ ബ്രൗസർ എന്താണ് ചെയ്യുന്നത്? സെൻഡ് ദ ഡാറ്റ ടു ദ വെബ് സെർവർ ഇഫ് വാലിഡേഷൻസ് ആർ കറക്റ്റ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വെബ് സെർവറിലേക്ക് കൊടുക്കുന്നു, ആ പർട്ടിക്കുലർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിന്. ചില ബ്രൗസേഴ്സ് ഈ സ്ക്രിപ്റ്റിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരണു? നമ്മളുടെ വെബ് സെർവറിലേക്ക് അത് നമ്മൾ റെസ്പോൺസ്, അതായത് റിക്വസ്റ്റ് അയച്ചാലും വെബ് സെർവറിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. മാത്രമല്ല ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് അവിടെ വർക്ക് ചെയ്യാതെ വരുന്ന അവസ്ഥയും ഉണ്ടാകാം. എക്സാമ്പിൾ ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട് നമുക്ക്. അതെല്ലാം തന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? നമുക്ക് വാലിഡേഷൻസ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ളതായ കണ്ടീഷൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതേപോലെ സിമ്പിൾ കാൽക്കുലേഷൻസ് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ കമ്പ്യൂട്ടറാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്. അടുത്തതായി എങ്ങനെയാണ് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരാൾക്ക് ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ ആ ATM കാർഡ് അയാൾ ATM മെഷീനിൽ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ അയാളോട് ചോദിക്കും പിൻ നമ്പർ. ഈ പിൻ നമ്പർ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ വെബ് സെർവറിലേക്ക് അത് കണക്റ്റായിട്ട് ആ പിൻ നമ്പർ എൻറ്റർ ചെയ്തത് കറക്റ്റാണോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നു.
ഈ വാലിഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്നും നമുക്ക് ഒരു ATM കാർഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ എൻറ്റർ ചെയ്തിട്ടുള്ളതായ പിൻ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് അവർക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിലൂടെ കറക്റ്റ് പിൻ നമ്പറാണ് എൻറ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലേക്കുള്ള എൻട്രി ലഭിക്കുന്നു. ആ നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആ സ്ക്രീനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ സ്ക്രീനിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ, ഇപ്പോൾ ബാങ്കിൻ്റെ ആ ATM പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, മിനി സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് എൻക്വയറി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഓരോ ചോയ്സിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കുന്നു അതനുസരിച്ച് നമുക്ക് അവിടെ ആ ഡിസ്പ്ലേ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ വെബ് സെർവറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. ഇനി അഥവാ നമ്മളിപ്പോൾ പിൻ നമ്പർ തെറ്റിയാണ് അടിച്ചു കൊടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ ആ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കവിടെ എറർ മെസ്സേജ് ഡിസ്പ്ലേയിൽ കാണിക്കും. ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് കൊടുത്തത്, അത് മാറ്റി കൊടുക്കൂ. അതായത് നമ്മുടെ വെബ് സെർവറിലേക്ക് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെബ് സെർവർ അത് ഐഡൻറ്റിഫൈ ചെയ്തു ഇതല്ല കറക്റ്റായിട്ടുള്ള പിൻ നമ്പർ എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ വാലിഡേഷൻ നടത്തിയത് കൊണ്ടാണ് തിരിച്ച് എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേയിൽ കണ്ടത്. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വർക്കിംഗ് ഓഫ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്, എങ്ങനെ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം തന്നെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്കൊരു വെബ് സെർവർ ഉണ്ട്. അപ്പോൾ ആ വെബ് സെർവർ അതുപോലെ തന്നെ ക്ലയൻറ്റ്, ഇതൊക്കെ നമുക്ക് കാണാം. ക്ലയൻറ്റാണ് ആദ്യം വർക്ക് ചെയ്യുക. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. അപ്പോൾ ആ ക്ലയൻറ്റിലൂടെ നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വെബ് സെർവർ അതിന് വർക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ ആ വെബ് സെർവർ അതിനെ വർക്ക് ചെയ്യിച്ച് കഴിയുമ്പോൾ അതിലൂടെ എന്താണ് ഉണ്ടാകുന്നത്, നമുക്കിവിടെ അത് ആ വെബ് സെർവർ സോഫ്റ്റ്വെയറിലേക്ക് അത് എത്തി. ഇനി ഈ വെബ് സെർവർ സോഫ്റ്റ്വെയറിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ എന്താ വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PHP പോലുള്ള സെർവർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അത് നേരെ MySQL ഡാറ്റാബേസ്, നമുക്ക് ബൾക്ക് വോളിയൂം ഓഫ് ഡാറ്റ എപ്പോഴും കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്. അപ്പോൾ ആ ഡാറ്റാബേസിലേക്ക് പോകുന്നു ആ റിക്വസ്റ്റ്. അത് കഴിഞ്ഞ് ആ റിക്വസ്റ്റ് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ എന്ന് തിരയുന്നു നമ്മുടെ സെർവറിൽ. അതിനുശേഷം അത് തിരിച്ചു വന്നു എന്നിട്ട് ആ വെബ് സെർവറിലൂടെ വീണ്ടും അത് ക്ലയൻറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് +2 റിസൾട്ടൊക്കെ വരുമ്പോൾ ആ കുട്ടിയുടെ ആ ഹാൾ ടിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ +2വിൻ്റെ വെബ് പോർട്ടലുണ്ട്, ആ വെബ്സൈറ്റ് സെർവറിലേക്ക് കണക്റ്റായി അവിടെ പോയിട്ട് ആ ഹാൾ ടിക്കറ്റ് നമ്പർ പ്രകാരമുള്ള കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ആ കുട്ടിയുടെ പരീക്ഷയുടെ മാർക്ക്, ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ആ മാർക്ക് ലിസ്റ്റാണ് ഡിസ്പ്ലേയിൽ നമുക്ക് കാണുന്നത്. അഥവാ അങ്ങനെ അത് ഡിസ്പ്ലേയിൽ വന്നില്ല, പകരം ഇങ്ങനൊരു ഹാൾ ടിക്കറ്റ് നമ്പർ തെറ്റാണ്, അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തതിലുള്ള മിസ്റ്റേക്കാണ്. കാരണം അത് ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, ഡേറ്റാബേസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എത്രയോ അധികം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡേറ്റാബേസ്. അപ്പോൾ ആ ഡേറ്റാബേസിൽ പോയി തിരഞ്ഞ ശേഷമാണ് നമുക്കിത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നത്. അല്ലാതെ ഓരോ കുട്ടിക്ക് വേണ്ടി ഓരോ പ്രത്യേക വെബ്സൈറ്റോ അല്ലെങ്കിൽ ഓരോ പ്രത്യേക വെബ് പേജോ അങ്ങനെയല്ല, പകരം സെർവറിലൂടെ അത് കണക്റ്റായിട്ട് ഡേറ്റാബേസിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ആ ഡേറ്റാബേസിൽ ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ റെക്കോർഡ് എടുത്തിട്ട് നമ്മളുടെ ഔട്ട്പുട്ടിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലൂടെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത്. അടുത്തതായി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് കോപ്പി ടു ദ ക്ലയൻറ്റ് ബ്രൗസർ, നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്താണോ അത് നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസർ, അതാണ് ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റ് ആരാ, നമ്മൾ ഓരോരുത്തരും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസറിലാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് കാണുന്നത്. റിമെയിൻസ് ഇൻ ദ വെബ് ബ്രൗസർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു വെബ് സെർവർ, നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു വെബ്സൈറ്റിലേക്കാണ് അത് പോണത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് എവിടെയാണ് കാണുന്നത്, ഇറ്റ് റിമെയിൻസ് ഇൻ ദ വെബ് ബ്രൗസർ, നമ്മുടെ വെബ് ബ്രൗസറിൽ തന്നെ അത് അവിടെ നിൽക്കുന്നു.
നെക്സ്റ്റ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയൻറ്റ് ബ്രൗസർ. ഇത് എക്സിക്യൂട്ട് ചെയ്യുക, ഓരോ പ്രോഗ്രാമും നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യണം. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ക്ലയൻറ്റ് ബ്രൗസറിലാണ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ക്ലയൻറ്റ് ബ്രൗസർ. എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സെർവർ, വെബ് പേജ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിട്ടേൺ ടു ദ വെബ് ബ്രൗസർ. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? വെബ് സെർവറിലാണ്. അതായത് ഏത് വെബ് സെർവർ, ഏത് വെബ് സൈറ്റാണോ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ആ വെബ് സെർവറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം എന്തുണ്ടാവണു? അത് നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് നമുക്ക് തരുന്നു. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതാണ് അതിൻ്റെ ആ വെബ് സെർവറാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിലാണ് എന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, ആ വെബ് ബ്രൗസറിനെയാണ് പറയുന്നത്. വാലിഡേഷൻ ഓഫ് ഡേറ്റ അറ്റ് ദ ക്ലയൻറ്റ്. നമുക്ക് എന്ത് മോഡിഫിക്കേഷൻസ് ചെയ്യണമോ, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ക്ലയൻറ്റിലാണ്. അതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. കണക്ട് ടു ഡാറ്റാബേസസ് ആൻഡ് റിട്ടേൺ ഡാറ്റ ഫ്രം ദ വെബ് സെർവർ. വെബ് സെർവറിലിരിക്കുന്ന നമ്മൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ വേറെ കുറേ വെബ്സൈറ്റുകളെ നമുക്ക് ആക്സസ് ചെയ്യാം സെർച്ച് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് അതിനെ ആക്സസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് ഡാറ്റയാണോ വേണ്ടത് ആ ഡാറ്റ നമുക്ക് ആ വെബ് സെർവറിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു. ബ്ലോക്ക് ദ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേഞ്ചസ് വേണ്ട എങ്കിൽ ജസ്റ്റ് എവിടെ വരെ ചേഞ്ചസ് വരണമോ അത് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നമുക്കതിനെ നിർത്താം. cannot be blocked by a user. ഒരു യൂസറിന് ഒരിക്കലും ഒരു വെബ് സെർവറിലത്തെ ചേഞ്ചസിനെ ബ്ലോക്ക് ചെയ്യാൻ അധികാരമില്ല. അപ്പോൾ ഓരോ കമ്പനികൾ, ഓരോ ഓർഗനൈസേഷൻസ് അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൽ അവരാണ് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വേണോ അതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ സെർവർ സൈഡ് എന്നാണ് പറയുക. എന്നിട്ട് ആ മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഓരോ തവണ ആക്സസ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. പക്ഷേ ക്ലയൻറ്റ് സൈഡിൽ അങ്ങനെയല്ല, മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദ വെബ് ബ്രൗസർ അഫക്റ്റ് ദ വർക്കിംഗ്. ഏത് വെബ് ബ്രൗസർ, ഏത് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മോസിലയോ ഏത് വെബ് ബ്രൗസർ ആയിക്കോട്ടെ, പക്ഷേ ഏത് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ളൊരു മാറ്റം നമുക്കവിടെ ഉണ്ടാകും. വെബ് ബ്രൗസർ ഡസ് നോട്ട് അഫക്റ്റ് ദ വർക്കിംഗ്. ഏത് വെബ് ബ്രൗസർ ഉപയോഗിച്ചാലും ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് ആ വ്യത്യാസം അറിയാം അതിൻ്റെ വേർഷൻ അനുസരിച്ചെങ്കിൽ. വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ വെബ് ബ്രൗസർ നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ഏത് വേർഷനാണ് എന്നുള്ളത് നമ്മളെ ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നത് ക്ലയൻറ്റ് ബ്രൗസറിലാണ്. ക്ലയൻറ്റ് ആരാണ്? നമ്മൾ ഓരോരുത്തരും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസറിൽ കാണാം. റിമെയിൻസ് ഇൻ ദ വെബ് ബ്രൗസർ. സെർവർ സൈഡ് ആണെങ്കിൽ അത് ആ സെർവർ സൈഡിൽ, അതായത് ആ വെബ് ബ്രൗസറിൽ, ആ വെബ് സെർവറിൻ്റെ വെബ് ബ്രൗസറിലൂടെ നമുക്കത് കാണാൻ സാധിക്കുന്നു. എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയൻറ്റ് ബ്രൗസർ. നമ്മുടെ കമ്പ്യൂട്ടറിലെ വെബ് ബ്രൗസറിലാണ് ഇത് എക്സിക്യൂട്ട് ആവുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സെർവറിൽ, വെബ് സെർവറിലാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. വെബ് പേജ് പ്രൊഡ്യൂസ്ഡ് ഈസ് റിട്ടേൺ ടു ദ വെബ് ബ്രൗസർ. നമ്മൾ ഏത് വെബ് പേജാണ് അതവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ആകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ ക്ലയൻറ്റ്. നമുക്ക് ക്ലയൻറ്റിൻ്റെ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്കതിൽ വാലിഡേഷൻ, ആ ചേഞ്ചസ് കൊടുക്കാൻ സാധിക്കും. കണക്ട് ടു ഡാറ്റാബേസസ് ആൻഡ് റിട്ടേൺ ഡാറ്റ ഫ്രം വെബ് സെർവർ. ഓരോ ഡാറ്റാബേസുകളായിട്ട് നമുക്ക് എവിടേക്കാണോ കണക്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യണമെന്ന് വെച്ചാൽ ബാങ്കിൻ്റെയൊക്കെ വെബ്സൈറ്റിലേക്കാണ് കണക്റ്റ് ആവുക. അതുപോലെ എവിടേക്കാണോ നമ്മൾ കണക്റ്റ് ആവുന്നത് അവിടെ നിന്നും നമ്മൾക്ക് ആ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് റിട്ടേൺ ചെയ്ത് നമ്മളുടെ വെബ് സെർവറിലേക്ക് തന്നെ നമുക്ക് ആ റിപ്ലൈ വരുന്നു. ബ്ലോക്ക് ദ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമുക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ. പക്ഷേ കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ എ യൂസർ. ഒരിക്കലും ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ ഒരു യൂസറിന് ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരമില്ല. അത് വെബ് സെർവറിൽ, ഓൾറെഡി വെബ് സെർവറിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് വെബ് ബ്രൗസർ അഫക്റ്റ് ദ വർക്കിംഗ്. ഏത് തരം ബ്രൗസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ വേർഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. പക്ഷേ സെർവർ സൈഡിലാണെങ്കിൽ വെബ് ബ്രൗസർ ഡസ് നോട്ട് എഫക്റ്റ് ദ വർക്കിംഗ്, ഒരിക്കലും അതിൻ്റെ വർക്കിംഗ് ബാധിക്കുന്നില്ല സെർവർ സൈഡ് ആണെങ്കിൽ. അപ്പോൾ വേർഷൻ ഒരു പ്രശ്നമല്ല സെർവർ സൈഡിന്.